Students, today we are going through the diary of a young girl. The diary dated Monday, 22 May 1944. Dear Kitty, to our great horror and regret, we hear that the attitude of a great many people towards us Jews has changed. We hear that there is anti-Semitism now in circles that never thought it before. This news has affected us all very deeply. The cause of his hatred of the Jews is understandable, even human sometimes, but not good. The Christians blame the Jews for giving secret away to the Germans, for betraying their helpers, and for the fact that through the Jews a great many Christians have gone the way so many others before them and suffered terrible punishments and dreadful fate. ഓക്കെ, കിറ്റി എന്ന പേരിലാണ് ആൻ ഫ്രാങ്ക് തൻ്റെ ഡയറി മുഴുവൻ എഴുതിയത്. ഞാൻ കുറേ വീഡിയോസ് ഇന്നലെ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. എനിവേ, കിറ്റി എന്നൊരു പേരിലാണ് ആൻ ഫ്രാങ്ക് ഡയറിയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ടു അവർ ഗ്രേറ്റ് ഹൊറർ ആൻഡ് റിഗ്രറ്റ് വി ഹിയർ ദാറ്റ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ഗ്രേറ്റ് മെനി പീപ്പിൾ ടുവാർഡ്സ് us ജൂസ് ഹാസ് ചേഞ്ച്ഡ്. ഏറ്റവും വലിയ വിഷമുള്ള കാര്യം അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്നതായ ഒരു കാര്യം എന്നാൽ പലരോടും ജൂതന്മാരോടുള്ള കാഴ്ചപ്പാട് മാറി വന്നു എന്നുള്ളതാണ്. വി ഹിയർ ദാറ്റ് ദർ ഈസ് ആന്റിസെമിറ്റിസം നൗ ഇൻ സർക്കിൾസ് ദാറ്റ് നെവർ തോട്ട് ഇറ്റ് ബിഫോർ. നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത രീതിയിൽ ജൂതവിരോധം പല സർക്കിൾസിലും നിലനിൽക്കുന്നു. ദിസ് ന്യൂസ് ഹാസ് അഫക്റ്റഡ് അസ് വെരി വെരി ഡീപ്ലി. ഈ ഒരു ന്യൂസ് നമ്മെ വളരെയധികം എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ദ കോസ് ഓഫ് ദിസ് ഹേറ്റ്രഡ് ഓഫ് ദ ജ്യൂസ് ഈസ് അണ്ടർസ്റ്റാൻഡബിൾ, ഈവൻ ഹ്യൂമൻ സംടൈംസ് ബട്ട് നോട്ട് ഗുഡ്. ഈ ജൂതവിരോധത്തിന്റെ കാരണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ദ ക്രിസ്ത്യൻസ് ബ്ലെയിം ദ ജ്യൂസ് ഫോർ ഗിവിംഗ് സീക്രട്സ് അവേ ടു ദ ജർമൻസ്. ക്രിസ്ത്യൻസ് കുറ്റപ്പെടുത്തുന്നത് ജൂസ് ജർമൻസിന് രഹസ്യങ്ങൾ ഒറ്റിക്കൊടുക്കുന്നു എന്നുള്ളതാണ്. ഫോർ ബിട്രേയിങ് ദർ helpers and for the fact that through the Jews a great many Christians have gone the way so many others before them and suffered terrible punishment and dreadful fate. ജർമ്മൻകാർക്ക് രഹസ്യങ്ങൾ ചോർത്തിക്കൊടുക്കുന്നു എന്നും അവരെ സഹായിക്കുന്നവരെ ചതിക്കുകയും ചെയ്യുകയാണ് ക്രിസ്ത്യാനികൾ നമ്മളെപ്പറ്റി പറയുന്നത്, അല്ലെ? ജൂതന്മാരെ സഹായിച്ചതിന് പല ക്രിസ്ത്യാനികളും ശിക്ഷ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതാണ് ദ ഗ്രേറ്റ് മെനി ക്രിസ്ത്യൻസ് ഹാവ് ഗോൺ അവേ സോ മെനി അതേഴ്സ് ബിഫോർ ദം ആൻഡ് സഫേർഡ് ടെറിബിൾ പണിഷ്മെന്റ് ആൻഡ് എ ഡ്രെഡ്ഫുൾ ഫേറ്റ്. അങ്ങനെ അവർക്ക് വളരെ സങ്കടകരമായിട്ടുള്ള അവസ്ഥ വന്നിട്ടുണ്ട്. ദിസ് ഓൾ ട്രൂ, ബട്ട് വൺ മസ്റ്റ് ലുക്ക് അറ്റ് ഓൾ ദീസ് തിങ്സ് ഫ്രം ബോത്ത് സൈഡ്സ്. ബട്ട് ക്രിസ്ത്യൻസ് ബിഹേവ് ഡിഫറെന്റ്ലി ഇൻ അവർ പ്ലേസ്. ദ ജർമൻ ഹാവ് മീൻസ് ഓഫ് മേക്കിംഗ് പീപ്പിൾ ടോക്ക്. Can a person entirely at their mercy, whether Jew or Christian, always remain silent? Everyone knows that this is practically impossible. Why then should people demand their impossible of the Jews? It's being murmured in underground circles that the German Jews whom I emigrated to Holland and who are now in Poland may not be allowed to return here. They once had the right of asylum in Holland, but when Hitler has gone, they will have to go back to Germany again. This is all true, but one must look at all these things from both sides. ഇതെല്ലാം സത്യമാണ്. നമുക്കൊരു കാര്യം രണ്ട് വശത്തുകൂടി നോക്കുകയാണെങ്കിൽ, would Christians behave differently in our place? ക്രിസ്ത്യൻസ്, നമ്മുടെ സ്ഥലത്തുള്ള ക്രിസ്ത്യൻസ് ഇങ്ങനെ വേറൊരു രീതിയിൽ പെരുമാറോ ജൂതന്മാരോട്? Would Christian behave differently in our place? The Germans have the means of making people talk. ജർമ്മൻകാർക്ക് ആൾക്കാരെ കൊണ്ട് കാര്യങ്ങൾ പറയിപ്പിക്കാനുള്ള മീൻസ് ഓഫ് മേക്കിംഗ്, ജനങ്ങളെ കൊണ്ട് സംസാരിക്കാനുള്ള കഴിവ് എന്തുണ്ട്? ജർമ്മൻസിനുണ്ട്. Can a person entirely at their mercy, whether a Jew or Christian, always remain silent? ആർക്കായാലും ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ജൂ ആയാലും ക്രിസ്ത്യൻ ആയാലും മിണ്ടാതിരിക്കാൻ സാധിക്കുമോ? സൈലന്റ് ആയിരിക്കാൻ സാധിക്കുമോ? പണിഷ്മെന്റുകളും ഹൊറേഴ്സും ഒക്കെ ഉണ്ടായി കഴിയുമ്പോൾ. എവരിവൺ നോസ് ദാറ്റ് ദിസ് ഈസ് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ. എല്ലാവർക്കും അറിയാം, പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, ആരും സൈലന്റ് ആയിരിക്കില്ല. പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണത്. വൈ ദെൻ ഷുഡ് പീപ്പിൾ ഡിമാൻഡ് ദ ഇമ്പോസിബിൾ ഓഫ് ദ ജ്യൂസ്? എന്തുകൊണ്ടാണ് ഈ നടക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ജർമ്മൻകാർ ോട് ചെയ്യാൻ ആവശ്യപ്പെടുന്നത്? ഇറ്റ്സ് ബീങ് മർമേർഡ്
in underground circles that the German Jews who emigrated to Holland and who are now in Poland may not be allowed to return here. ഒരു റൂമർ നിലനിൽക്കുന്നുണ്ട്, മർമർ ചെയ്യുന്നുണ്ട്, ഒരു അടക്ക സംസാരം നടക്കുന്നുണ്ട്. പോളണ്ടിൽ ഇപ്പോൾ ഹോളണ്ടിലേക്ക് പണ്ട് കുടിയേറിയ ജർമ്മൻ ജൂതന്മാരെ അങ്ങോട്ടിനി തിരിച്ചു ചെല്ലാൻ അനുവദിക്കില്ല എന്നൊരു മർമർ നടക്കുന്നുണ്ട്. ദ ജർമ്മൻ ജ്യൂസ്, ജർമ്മൻകാരായ ജൂതന്മാര് ഹു മൈഗ്രേറ്റഡ് ടു ഹോളണ്ട്, ഹോളണ്ടിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത ആൻഡ് ഹു ആർ നൗ ഇൻ പോളണ്ട്, അവർ പോളണ്ടിൽ താമസിക്കുന്നവര് മേ നോട്ട് ബി അലൗഡ് ടു റിട്ടേൺ ഹിയർ, അവരൊരിക്കലും ഈ ഹോളണ്ടിലേക്ക് തിരിച്ചു പോകാൻ അനുവദിക്കില്ല എന്ന് റൂമർ പറഞ്ഞിട്ടുണ്ട്. ദേ വൺസ് ഹാഡ് ദ റൈറ്റ് ഓഫ് അസൈലം ഇൻ ഹോളണ്ട്, അവർക്ക് എന്തുണ്ട്, അവർക്ക് ഹോളണ്ടിൽ അഭയം നൽകിയിരുന്നു. ദേ വൺസ്, ഒരു കാലത്ത് ഇവർക്ക് ഹോളണ്ടിൽ അഭയം നൽകിയിട്ടുണ്ടായിരുന്നു. ബട്ട് വെൻ ഹിറ്റ്ലർ ഹാസ് ഗോൺ ദേ വിൽ ഹാവ് ടു ഗോ ബാക്ക് ടു ജർമ്മനി അഗെയിൻ. പക്ഷേ ഹിറ്റ്ലർ മാറുന്ന സമയത്ത്, ഹിറ്റ്ലറിന്റെ ഭരണാധികാരം മാറുന്ന സമയത്ത് അവർക്ക് ജർമ്മനിയിലേക്ക് തിരിച്ചു പോവേണ്ടി വരും. When one hears this, one naturally wonders why we are carrying on with this long and difficult war. We always hear that we are all fighting together for freedom, truth and right. It is God going to show itself when we are still fighting. Is the Jew once again worthless than another? Oh, it's sad, very sad that once more for the umpteenth time the old truth is confirmed. What one Christian does is his own responsibility. What one Jew does is thrown back at all Jews. When one hears this, ഇത് നമ്മൾ കേൾക്കുന്ന സമയത്ത് one naturally wonders, നമുക്ക് ആർക്കായാലും അത്ഭുതം തോന്നും. Why we are carrying on this long and difficult war. എന്തിനാണ് നമ്മളിങ്ങനെ വളരെ കാലം ഇങ്ങനെ ഡിഫിക്കൽട്ട് വാർ, യുദ്ധം ചെയ്യുന്നത് എന്തിനാണ്? We always hear that we all are fighting together for freedom, truth and right. നമ്മളെല്ലാവരും യുദ്ധം ചെയ്യുന്നത്, നമ്മൾ യുദ്ധം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്വാതന്ത്ര്യത്തിനും സത്യത്തിനും ശരിക്കും റൈറ്റിനും വേണ്ടിയാണ് ശരിക്കും നമ്മൾ യുദ്ധം ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഗോഡ് ഗോയിങ് ടു ഷോ ഇറ്റ് സെൽഫ് വെൻ വി ആർ സ്റ്റിൽ ഫൈറ്റിംഗ്. ഈസ് ദ ജൂ വൺസ് അഗെയിൻ വർത്ത്ലെസ് ദാൻ അനദർ? Is discord going to show itself? Discord means disagreement. ആ ഒരു ഡിസഗ്രിമെന്റ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡിസഗ്രിമെന്റും യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈസ് ദ ജൂ വൺസ് അഗെയിൻ വർത്ത്ലെസ് ദാൻ അതർ, അങ്ങനെ ആ ഒരു ജൂ വർത്ത്ലെസ് ആയി മാറുന്നു. ഹോ, ഇറ്റ്സ് സാഡ്, വെരി സാഡ് ദാറ്റ് വൺസ് മോർ, വളരെ സങ്കടം നിറഞ്ഞ കാര്യം തന്നെയാണ്. ഒരിക്കൽ കൂടി പറയാണ്. ഫോർ ദ umpteenth time, umpteenth means many times, പല പ്രാവശ്യം ദ ഓൾഡ് ട്രൂത്ത് ഈസ് കൺഫേംഡ്, പല പ്രാവശ്യം ഒരു പഴയ സത്യം ഉറപ്പിച്ചിട്ടുണ്ട്, പഴയ സത്യം കാര്യത്തിലേക്ക് വന്നിട്ടുണ്ട്. വാട്ട് വൺസ് ക്രിസ്ത്യൻ ഡസ് ഇറ്റ്സ് ഷോൺ അവർ റെസ്പോൺസിബിലിറ്റി, വാട്ട് വൺ ജൂ ഡസ് ഇറ്റ്സ് ത്രോൺ ബാക്ക് അറ്റ് ഓൾ ജൂസ്. ഒരു ക്രിസ്ത്യൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ, ഒരു ക്രിസ്ത്യൻ അത് ചെയ്യുകയാണെങ്കിൽ അത് അവന്റെ മാത്രം സ്വന്തം ചുമതല, അത് അവന്റെ റെസ്പോൺസിബിലിറ്റി, ആ കുറ്റവന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു ജൂതൻ ചെയ്യുന്ന ചീത്ത കാര്യങ്ങൾ എല്ലാ ജൂതന്മാരെയും ബാധിക്കുന്നുണ്ട് എന്നൊരു സത്യം ഇപ്പോഴും നിലനിൽക്കുന്നു. ക്രിസ്ത്യൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് അയാളെ മാത്രം റെസ്പോൺസിബിലിറ്റി, അയാളെ മാത്രം ശിക്ഷിക്കപ്പെടുന്നുള്ളൂ. പക്ഷേ ഏതെങ്കിലും ഒരു ജൂ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവരോടുള്ള ആ വെറുപ്പ് എല്ലാ ജൂതന്മാരെയും ബാധിക്കുന്നു എന്നൊരു സത്യം ഇപ്പോഴും നിലനിൽക്കുന്നു. Quite honestly, I can't understand the Dutch, who are such a good, honest, upright people, should judge us like this. We, the most oppressed, the unhappiest, perhaps the most pitiful of all peoples, the whole world. I hope one thing only, and that is that this hatred of the Jews will be a passing thing, that the Dutch will show what they are after all, and that they will never totter and lose their sense of right, for anti-Semitism is unjust.
Quite honestly, I can't understand that the Dutch, who are such a good, honest, upright people, should judge us like this. വളരെ സത്യസന്ധമായി ഞാനൊരു കാര്യം പറയുകയാണ്. I can't understand. എനിക്ക് മനസ്സിലാവുന്നില്ല. That the Dutch, who are such a good, എന്തിനാണ് നന്മ നിറഞ്ഞതും സത്യസന്ധത നിറഞ്ഞതും അപ്രൈറ്റ് ആയിട്ടുമുള്ള ഡച്ചുകാർ എന്തിനാണ് നമ്മെ should judge us like this, എന്തിനവർ നമ്മെ ഇങ്ങനെ ജഡ്ജ് ചെയ്യുന്നു? We the most oppressed, എങ്ങനെ ജഡ്ജ് ചെയ്യണത്? We the most oppressed, നമ്മൾ ഏറ്റവും തരം താഴ്ത്തപ്പെട്ടവരാണ്, പീഡിപ്പിക്കപ്പെട്ടവരാണ്, unhappiest, സന്തോഷമില്ലാത്തവരാണ്, perhaps the most pitiful of all peoples of the world. ഈ ഒരു ഏറ്റവും പീഡിപ്പിക്കാത്തതിന് ഏറ്റവും അസന്തുഷ്ടരായതും ഏറ്റവും സഹതാപം അർപ്പിക്കുന്നതുമായ ജനതയാണ് നമ്മൾ. ഈ ലോകത്തിലെ തന്നെ ഏറ്റവും പീഡിപ്പിക്കപ്പെടുന്നവരും സന്തോഷമില്ലാത്തവരും സഹതാപം അർഹിക്കുന്നതുമായ ജനങ്ങളായി നമ്മൾ മാറിയിരിക്കുകയാണ്. ഐ ഹോപ്പ് വൺ തിങ് ഓൺലി, എനിക്കൊരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ, ആൻഡ് ദാറ്റ് ദിസ് ഹേറ്റ്രഡ് ഓഫ് ദ ജൂസ് വിൽ ബി എ പാസിംഗ് തിങ്. ഈ ജൂതന്മാരോടുള്ള ഈ ഒരു ആ ഒരു വെറുപ്പ് പാസിംഗ് തിങ്, അതൊരു മാറിപ്പോകുന്ന ാണ്, അത് എന്നെങ്കിലും ഒന്ന് മാറും എന്നൊരു പ്രതീക്ഷ മാത്രമേ എനിക്കുള്ളൂ. ദ ഡച്ച് വിൽ ഷോ വാട്ട് ദേ ആർ ആഫ്റ്റർ ഓൾ, ഡച്ച് അവരുടെ നീതിബോധം അവരെന്നും പുലർത്തും. ആൻഡ് ദാറ്റ് ദേ വിൽ നെവർ ടോട്ടർ ആൻഡ് ലോസ് ദിയർ സെൻസ് ഓഫ് റൈറ്റ്, ഒരിക്കലും ടോട്ടർ മീൻസ് ബ്രേക്കായി പോവില്ല, ഫാൾ ചെയ്യില്ല. അവരുടെ ഡച്ചുകാരുടെ സെൻസ് ഓഫ് റൈറ്റ്, നന്മ ഒരിക്കലും ഫാൾ ആവില്ല. ഫോർ ആന്റിസെമിറ്റിസം ഈസ് അൺജസ്റ്റ്, ജൂതവിരോധം എപ്പോഴും അൺജസ്റ്റ് ആണ്. And if this terrible threat should actually come true, then the pitiful little collection of Jews that remain will have to leave Holland. We too shall have to move on again with our little bundles and leave this beautiful country, which offered us such a warm welcome and which now turns its backs on us. I love Holland, I who having no native country had hoped it might become my fatherland, and I still hope it will. Yours, Anne. And if this terrible threat should actually come true, ഈ ഒരു ഭീഷണി, ഈ ഒരു ത്രെറ്റ് യഥാർത്ഥത്തിൽ റിയലായിട്ട് വരികയാണെങ്കിൽ, ആക്ച്വലി ഇത് ശരിയാണെങ്കിൽ, then the pitiful little collection of Jews that remain will have to leave Holland. ഹോളണ്ടിൽ ഇപ്പോൾ കുറച്ച് ജൂതന്മാർ ബാക്കിയുള്ളവർ, ഒരു കുറച്ച് ഭാഗം ജൂതന്മാർ ഹോളണ്ടിലുണ്ട്, അവരെന്തായാലും ഈ രാജ്യം വിട്ടു പോവേണ്ടി വരും. We too shall have to move on again with our little bundles and leave this ബ്യൂട്ടിഫുൾ കൺട്രി. നമ്മൾ നമ്മുടെ ബണ്ടിൽസും കെട്ടുകളും ഭാണ്ഡങ്ങളൊക്കെ എടുത്ത് നമ്മളും ഈ സുന്ദരമായ രാജ്യത്ത് നിന്ന് എങ്ങോട്ടെങ്കിലും പോകേണ്ടി വരും. ലീവ് ദിസ് ബ്യൂട്ടിഫുൾ കൺട്രി വിച്ച് ഓഫേർഡ് us such a warm welcome and which now turns its back on us. നമ്മൾ ഇവിടെ വന്ന സമയത്ത് നല്ല ഒരു സ്വാഗതം അവർ നമുക്ക് തന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഇപ്പോൾ അവരെല്ലാവരും നമുക്ക് എതിരായി തിരിഞ്ഞിരിക്കുകയാണ്. കാരണം എല്ലായിടത്തും അന്നത്തെ ആ ഒരു വ്യൂ, നമ്മളോടുള്ള ആളുകളുടെ വെറുപ്പും വിദ്വേഷവും കൂടി വരികയാണ്. നമ്മളോടുള്ള ഒരു മെന്റാലിറ്റി, ജൂതന്മാരോടുള്ള ജനങ്ങളുടെ മെന്റാലിറ്റി മാറി വരികയാണ് എന്നതാണ് എൻ്റെ വെറുപ്പും പേടിപ്പെടുന്നതുമായ ഒരു തിങ് എന്നാണ് ആൻ ഫ്രാങ്ക് അവളുടെ ഡയറിയിൽ കുറിക്കുന്നത്. I love Holland, I who having no native country had hoped it might become my fatherland, and I still hope it will. ഞാൻ ഹോളണ്ടിനെ സ്നേഹിക്കുന്നു. ഐ ലവ് ഹോളണ്ട്. ഐ ഹു ഹാവിങ്, സ്വന്തമായൊരു ജന്മദേശമില്ലാത്ത എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു, എനിക്കൊരു ഹോപ്പുണ്ടായിരുന്നു. ഇറ്റ് മൈറ്റ് ബി മൈ ഫാദർലാൻഡ്, എൻ്റെ ഹോളണ്ട് എൻ്റെ പിതൃരാജ്യമാകും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. ഇപ്പോഴും ഐ സ്റ്റിൽ ഹോപ്പ് ഇറ്റ് വിൽ, ഇപ്പോഴും ഞാൻ ആ ഒരു പ്രതീക്ഷ കൈവിടാതെ തന്നെ ഇരിക്കുന്നു. യുവേഴ്സ് ആനി. ഇതാണ് നമ്മുടെ ആൻ ഫ്രാങ്കിൻ്റെ ഡയറിയിലെ ഒരു ഡയറി ഡേറ്റഡ് ഓൺ 22 Monday, May 1944. Monday 22 May 1944 എഴുതിയ ഒരു ഡയറിയാണ് ഇത്. താങ്ക് യു ഓൾ. Students, the second diary in our book, the diary dated
Thursday, 25 May 1944. Dear Kitty, there's something fresh every day. This morning, our vegetable man was picked up for having 2 Jews in his house. It's a great blow to us. Not only that those Jews are balancing on the edge of an abyss, but it's terrible for the man himself. The world has turned topsy-turvy. Respectable people are being sent off to concentration camps, prisons and lonely cells, and the drudge that remain govern young and old, rich and poor. One person walks into the trap through the black market, a second through helping the Jews or other people who have had to go underground. Anyone who isn't a member of the NSB doesn't know what may happen to him from one day to another. Okay, now let's explain. ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ ആൻ ഫ്രാങ്ക് തൻ്റെ ഡയറിയിൽ കുറിച്ചു വെക്കുകയാണ്. ആ ഒരു ഡയറിയോട് ആൻ ഫ്രാങ്കിന് ഒരു പ്രത്യേക ബന്ധം ആൻ ഫ്രാങ്ക് ആ ഒരു ഡയറിയോട് പുലർത്തിയിരുന്നു. ഓരോ ദിവസവും കിറ്റി എന്ന് അഡ്രസ്സ് ചെയ്തുകൊണ്ട് ആ ഡയറിയിൽ കാര്യങ്ങൾ കുറിച്ചു വെക്കുന്നുണ്ട്. അതിൻ്റെ മുന്നേ ആൻ ഫ്രാങ്ക് വേറൊരു ഇൻട്രൊഡക്ഷനിൽ പറയുന്നുണ്ട്, ഐ വിൽ ബി ഏബിൾ ടു കൺഫൈഡ് എവരിതിങ് ടു യു. ഞാൻ എല്ലാം നിൻ്റെ അടുത്ത് പങ്കുവെക്കാണ് എന്ന് പറയുന്നുണ്ട് അവളുടെ ഡയറിയിൽ. ദർ ഈസ് സംതിങ് ഫ്രഷ് എവരി ഡേ. എല്ലാ ദിവസവും ഐ ഹാവ് സംതിങ് ന്യൂ ടു ടോക്ക് വിത്ത് യു. എനിക്ക് എല്ലാ ദിവസവും വളരെ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ട്. ദിസ് മോർണിംഗ്, ഇന്നത്തെ രാവിലെ ഉണ്ടായ പ്രധാനപ്പെട്ട കാര്യം, അവർ വെജിറ്റബിൾ മാൻ വാസ് പിക്ക്ഡ് അപ്പ് ഫോർ ഹാവിംഗ് 2 Jews ഇൻ ഹിസ് ഹൗസ്. ഇന്നത്തെ പ്രത്യേക ന്യൂസ് എന്ന് പറഞ്ഞാൽ ദ വെജിറ്റബിൾ മാൻ വാസ് പിക്ക്ഡ് ബിക്കോസ് ഓഫ് ഹി പ്രൊട്ടക്റ്റഡ് 2 Jews. എന്തിനാണ് വെജിറ്റബിൾ മാനെ പിടിക്കപ്പെട്ടത്? ഇന്നത്തെ പുതിയ ന്യൂസ് വെജിറ്റബിൾ മാന് പിടിക്കപ്പെട്ടു എന്നുള്ളതാണ്. ബിക്കോസ് ഓഫ് ദ റീസൺ ഹി പ്രൊട്ടക്റ്റഡ് 2 Jews. 2 ജൂതന്മാരെ അയാൾ പ്രൊട്ടക്റ്റ് ചെയ്തു എന്നുള്ളതാണ് അയാൾ പിടിക്കപ്പെടാനുള്ള കാരണം, അല്ലേ? അതുകൊണ്ട് ഇറ്റ്സ് ഗ്രേറ്റ് ബ്ലോ ടു അസ്. ഇതൊരു വലിയ വീഴ്ച, ഒരു ആഘാതമായി നമ്മുടെ മേലെ ഏറ്റിരിക്കുകയാണ്. ഇതൊരു വലിയ ആഘാതമായി മാറി, ഇതൊരു വലിയ വിഷമമായി മാറി. നോട്ട് ഓൺലി ദാറ്റ് ദോസ് ജൂസ് ആർ ബാലൻസിങ് ഓൺ ദ എഡ്ജ് ഓഫ് ആൻ അബീസ്. ആ ജൂതന്മാരുടെ അവസ്ഥ ഒരു വലിയ ഗർത്തത്തിൻ്റെ എഡ്ജിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നില്ലാതെ അത് ബാലൻസ് ചെയ്തുകൊണ്ട് നിൽക്കേണ്ട ഒരവസ്ഥയാണ് ആ പിടിക്കപ്പെട്ട ജൂതന്മാരുടെ അവസ്ഥ. ജൂസ് ആർ ബാലൻസിങ് ഓൺ ദ എഡ്ജ് ഓഫ് ആൻ അബീസ്. ഗർത്തം, വലിയ അഗാധമായ ഗർത്തത്തിൻ്റെ വക്കിലാണ് അവർ. ബട്ട് ഇറ്റ്സ് ടെറിബിൾ ഫോർ ദ മാൻ ഹിംസെൽഫ്. പക്ഷേ ആ മനുഷ്യൻ്റെ അവസ്ഥ വളരെ ദുരിതപൂർവ്വം തന്നെയാണ്, ടെറിബിളാണ്. ആ പിടിക്കപ്പെട്ട ആ വെജിറ്റബിൾ മാനിൻ്റെ അവസ്ഥ, ആ മനുഷ്യൻ അത് ഭയാനകമായി തന്നെ ഏറ്റിരിക്കുകയാണ്. ദ വേൾഡ് ഹാസ് ടേൺഡ് ടോപ്സി ടേർവി. വേൾഡ് ടോപ്സി ടേർവി മീൻസ് അപ്സൈഡ് ഡൗൺ, തല കീഴായി മറിഞ്ഞിരിക്കുകയാണ്. ഈ ലോകം തല തിരിഞ്ഞു പോയെന്ന് തോന്നുന്നു. റെസ്പെക്റ്റബിൾ പീപ്പിൾ ആർ ബീങ് സെൻഡ് ഓഫ് ടു ദ കോൺസെൻട്രേഷൻ ക്യാമ്പ്സ്. ബഹുമാനിക്കപ്പെടേണ്ട നല്ല നല്ല ആളുകൾ എന്ത് ചെയ്യാണ്? കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് പോവാൻ തയ്യാറാവുകയാണ്, പോകേണ്ടി വരികയാണ്. പീപ്പിൾ ആർ ബീങ് സെൻഡ് ഓഫ് ടു ദ ബെർജൻ ബെൽസൺ പോലുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ പോവേണ്ടി വരികയാണ്. പ്രിസണിലേക്ക്, ലോൺലി സെല്ലുകളിലേക്ക്, ഏകാന്തമായ സെല്ലുകളിലേക്കും അവർ മാറ്റപ്പെടുകയാണ്. ആൻഡ് ദ ഡ്രഡ്ജ് that remain govern young and old, rich and poor. One person walk into the trap through the black market. ഡ്രഡ്ജ് മീൻസ് യൂസ്ലെസ് ആയിട്ടുള്ള പാർട്ട്. ഇപ്പം ചായ കുടിക്കുകയാണെങ്കിൽ അതിൻ്റെ ചണ്ടില്ലേ, നമ്മൾ ഒഴിവാക്കുന്ന ഭാഗം, ഒന്നിനും പറ്റാത്തവരാണ് എന്ത് ചെയ്യുന്നത്? ഗവേൺ ചെയ്യുന്നത്. ആരെ? യങ്, ഓൾഡ്, റിച്ച് ആൻഡ് പുവർ. ഈ പാവങ്ങളെയും ഓൾഡായവരും റിച്ച് ആയവരെയൊക്കെ ഗവേൺ ചെയ്യുന്നത് ഒന്നിനും പറ്റാത്ത മട്ടായ ആളുകളാണ്. വൺ പേഴ്സൺ വാക്ക് ഇൻ ടു ദ ട്രാപ്പ് ത്രൂ ദ ബ്ലാക്ക് മാർക്കറ്റ്. ചില ആളുകൾ പിടിക്കപ്പെടുന്നത് എന്തിനാണ്? കരിഞ്ചന്ത പോലുള്ള കാര്യങ്ങൾ. ബ്ലാക്ക് മാർക്കറ്റിലെ ബ്ലാക്ക് മണി, ഈ എന്താ പറയുക, മണലൊക്കെ അനധികൃതമായിട്ട് കൊണ്ടുവരുന്നവരൊക്കെയാണ് ബ്ലാക്ക് ആയിട്ട് മണലെടുക്കുക, അങ്ങനെയൊക്കെ പറയാറില്ലേ നമ്മൾ. അതുപോലെ ബ്ലാക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതിനാണ് ചില ആളുകൾ പിടിക്കപ്പെടുന്നത്. എന്നാൽ ചിലരോ രണ്ടാമത്തെ ഒരു കൂട്ടർ പിടിക്കപ്പെടുന്നത് എന്തിനാണ്? ഹെൽപ്പിംഗ് ദ ജൂസ് ഓർ അതർ പീപ്പിൾ ഹു ഹാവ് ഹാഡ് ടു ഗോ അണ്ടർഗ്രൗണ്ട്. ചില ആളുകൾ ജൂതന്മാരെ സഹായിച്ചതിനും വേറെ ചിലർ അണ്ടർഗ്രൗണ്ടിലേക്ക് വെറുതെ അണ്ടർഗ്രൗണ്ടിലേക്ക് പോകുന്നുണ്ട്. ചില ആളുകൾ എന്ത് ചെയ്യാണ്? സമൂഹത്തിൽ നിന്ന്
അങ്ങോട്ട് കാണാതാവാണ്. എന്തോ കാര്യത്തിന് അവരെ പിടിച്ച് കൊണ്ടുപോയിട്ട് ആരും അറിയാതെ ചില ആളുകളും പോകേണ്ടി വരുന്നു. എനിവൺ ഹൂ ഈസന്റ് എ മെമ്പർ ഓഫ് ദ NSB ഡസന്റ് നോ വാട്ട് മേ ഹാപ്പൻ ടു ഹിം ഫ്രം വൺ ഡേ ടു അനദർ. നമുക്ക് ഒരിക്കലും അറിയില്ല. എനിവൺ ഹൂ ഈസന്റ് എ മെമ്പർ ഓഫ് NSB മീൻസ് ഡച്ച് നാസി പാർട്ടി. ഡച്ച് നാസി പാർട്ടിയിൽ നെതർലാൻഡ്സിലുള്ളൊരു പാർട്ടിയാണ്. ആ ഒരു പാർട്ടിയിൽ അംഗമാവാത്തവർക്ക് എന്ത് സംഭവിക്കും? വാട്ട് മേ ഹാപ്പൻ ടു ഹിം ഫ്രം വൺ ഡേ ടു അനദർ. ഓരോ ദിവസം ചെല്ലുമ്പോഴും അവർക്ക് എന്ത് സംഭവിക്കും എന്ന് നമുക്ക് ഒരിക്കലും അറിയാൻ പാടില്ല. എന്താണ് അവരുടെ അവസ്ഥ ഇനി എന്നുള്ളത് നമുക്ക് ഒരിക്കലും അറിയാൻ സാധിക്കില്ല. Based on this paragraph, a question is being asked like this. One question is, why was the vegetable man picked? The vegetable man picked because of protecting two Jews. One more question is being asked. How does the arrest of the vegetable man affect Anne's family? ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു രണ്ട് ക്വസ്റ്റ്യൻസും ഈ ഒരു പാരഗ്രാഫിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. The man is great loss to us too. The girls can't and aren't allowed to hold along our share of potatoes. So the only thing to do is to eat less. I will tell you how we shall do that. It's certainly not going to make things any pleasanter. Mummy says we shall cut out breakfast altogether, have porridge and bread for lunch, and for supper fried potatoes and possibly once or twice per week vegetable or lettuce. Nothing more. We are going to be hungry, but anything is better than being discovered. Yours Anne. The man is great loss us to. ഞങ്ങൾക്ക് വലിയൊരു നഷ്ടമാണ്. ആ പച്ചക്കറിക്കാരൻ പോയത് ഞങ്ങൾക്ക് വലിയൊരു നഷ്ടം തന്നെയാണ്. The girls can't and aren't allowed to hold along our shares of potatoes. പെൺകുട്ടികൾക്ക് അവരുടെ വിഹിതം ഉരുളക്കിഴങ്ങും മറ്റും കൊണ്ടുവരാൻ ഒരിക്കലും ഇനി സാധിക്കാതാവുകയാണ്. So the only thing to do is to eat less. അതിന് നമ്മൾ കണ്ടെത്തിയ ഒരു മാർഗം എന്താണ്? തീറ്റ കുറയ്ക്കുക. തീറ്റയിൽ എന്ത് ചെയ്യുക? മിതത്വം പാലിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ കണ്ട സൊല്യൂഷൻ. ഐ വിൽ ടെൽ യു ഹൗ വി ഷാൽ ഡു ദാറ്റ്. ഞാൻ പറയട്ടെ എങ്ങനെയാണത് ഞങ്ങൾ ചെയ്തത് എന്ന്. ഇറ്റ്സ് സർട്ടൻലി നോട്ട് ഗോയിങ് ടു മേക്ക് തിങ്സ് എനി പ്ലസൻറ്റർ. അതിലൊന്നും ഞങ്ങൾക്ക് ഈ ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും ഞങ്ങൾക്ക് ഒട്ടും സന്തോഷകരമായ കാര്യമായിരുന്നില്ല ഞങ്ങളുടെ അനുഭവങ്ങളൊന്നും. മമ്മി സേയ്സ് വി ഷാൽ കട്ട് ഔട്ട് ദ ബ്രേക്ക്ഫാസ്റ്റ് ഓൾ ടുഗദർ. അമ്മ ഞങ്ങളോട് പറയും, അമ്മയാണ് എല്ലാം കൈകാര്യം ചെയ്യുന്നത്. അപ്പം മമ്മി പറയും എന്ത്? ടുഡേ ഓൺ വാസ് there is no breakfast. For supper have porridge and bread for lunch. And ലഞ്ചിന് എന്താണ്? porridge means കഞ്ഞി and bread. ലഞ്ചിന് നമുക്ക് കഞ്ഞിയും ബ്രെഡും ആക്കാം. ആൻഡ് ഫോർ സപ്പർ വൈകുന്നേരം ഫ്രൈഡ് പൊട്ടാറ്റോസും പോസിബിളി വൺസ് ഓർ ട്വൈസ് പെർ വീക്ക് വെജിറ്റബിൾ ഓർ ലെറ്റ്യൂസും ഇല കൊണ്ടുള്ളൊരു തരം ഭക്ഷണമാണ്. ട്വൈസ് പെർ വീക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം നമുക്ക് വെജിറ്റബിൾസും ലെറ്റ്യൂസും ഒക്കെ ആവാം. നത്തിങ് മോർ. അതിൽ കൂടുതലായിട്ടൊന്നും നമുക്കില്ല. വി ആർ ഗോയിങ് ടു ബി ഹംഗ്രി. നമ്മളിനി വിശപ്പ് അനുഭവിക്കാൻ പോവുകയാണ്. ബട്ട് എനിത്തിങ് ഈസ് ബെറ്റർ ദാൻ ബീങ് ഡിസ്കവേർഡ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ ലൈനിൽ. ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ലൈനാണല്ലേ. ബട്ട് എനിത്തിങ് ഈസ് ബെറ്റർ ദാൻ ബീങ് ഡിസ്കവേർഡ്. നമ്മൾ കാണുന്നതിനേക്കാൾ, നമ്മൾ പിടിക്കപ്പെടുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഇങ്ങനെയൊക്കെ ജീവിക്കുന്നതാണ് എന്ന് ആൻ ഫ്രാങ്ക് തൻ്റെ ഡയറിയിൽ, ആ ദിവസത്തെ ഡയറിയിൽ കുറിച്ച് വെക്കുകയാണ്. കാരണം പിറ്റേ ദിവസം വേറെ ഡയറി അവൾ പ്രിപ്പയർ ചെയ്യും. അന്നത്തെ ദിവസമുള്ള അനുഭവങ്ങൾ വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ അവളുടെ ഡയറിയിൽ കുറിച്ചു വെക്കുകയാണ്. താങ്ക് യു ഓൾ.